കുട്ടികളാണെങ്കിൽ വടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കാൻ ഇതിപ്പോ അച്ഛനായി പോയില്ലേ. ഞങ്ങാനും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. അല്ലോട്ടിനാ ഇജാണ്ടോ പോണു? ഞാൻ ഇപ്പൊ എങ്ങോട്ടാ പോണെന്ന് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ പോണ്ട്. ഞാൻ അങ്ങനെ പലയിടത്തേക്കും പോകും, അതൊന്നും ഇപ്പൊ നിങ്ങൾ അറിയണ്ട. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതേ, നിങ്ങൾ ഈ അങ്ങാടി കൂടി നടന്നുള്ള പീടികളിലൊക്കെ പോയി ചായ കുടിച്ചിട്ട് ഈ 10 റുപ്യന്റെ കേസ് നിങ്ങൾ കൊടുക്കൂല. നാണം കെടുത്താൻ വേണ്ടിട്ട് 10 റുപ്യ അച്ഛൻ ചായ കുടിച്ച എല്ലാവരും കൊടുത്തോക്കാറുണ്ട്. എന്തൊരു ഇടങ്ങാറാ. നിങ്ങൾക്ക് ഇവിടെ ഈ തൊടുവിലുള്ള പുല്ലും പറിച്ചിട്ട് ഇവിടെ നിന്നാ പോരെ? ഇവിടെ ചായ ഉണ്ടാക്കണില്ലേ വീട്ടില്? അത് കുടിച്ചാ പോരെ നിങ്ങൾക്ക്? ഹലോ ഹലോ, ഉണ്ണല്ലേ? അതെ. ഇത് നമ്മളെ ആധാരം എഴുത്ത് ഓഫീസിൽ നിന്ന് വിളിക്കണം. ആ, നിങ്ങളൊരു അച്ഛനൊരു ആധാരം എഴുതാൻ തന്നിട്ടുണ്ടായിരുന്നു. ആരെ? നിങ്ങളെ അച്ഛനെ ആ, ഒരു ആധാരം എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ഒരു ആധാരം എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. ആ, അപ്പൊ അതൊക്കെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഒന്ന് വാങ്ങിക്കൊന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് വിളിച്ചതാണ്, കാണാത്തപ്പോ വിളിച്ചതാണ്. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പേർക്ക് അത് മാറ്റി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ആ, എന്റെ പേരിലോ? അതെ, നിങ്ങളെ പേര് തന്നെയാണ്. ഒരു വീട് സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ആ, അതെ. അപ്പൊ അച്ഛൻ അങ്ങനെ പറഞ്ഞാണല്ലോ എന്നോട് പറഞ്ഞിട്ടില്ല? അതെ, അച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ. അതെ, നിങ്ങളോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് അത് മാറ്റി എഴുതാനേ പറഞ്ഞു. ഞാനത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് വാങ്ങുമെന്ന് പറഞ്ഞതാണ്. അതെ.